എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുക. സ്പോൺസർമാർക്കനുസരിച്ച് വ്യത്യസ്ത ദിവസങ്ങളിൽ നമ്മളിത് നടത്തുന്നുണ്ട്. വ്യാഴാഴ്ചകളിൽ ഏകദേശം 200ഓളം പേർക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നുണ്ട്. ഇന്ന് പ്രധാന സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത് മാങ്ങോട്ട് രാമകൃഷ്ണേട്ടൻ്റെ സഹധർമ്മിണി നിര്യാതയായിട്ടൊരു വർഷം കഴിയാണ് ദേവയാനി അമ്മ. അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുന്നതിനുള്ള പ്രാർത്ഥന നടത്താം. അതിനു മുമ്പ് ബാക്കി 100 കഴിഞ്ഞ് ബാക്കിയുള്ളത് ശാന്താകൃഷ്ണൻ ബാംഗ്ലൂർ 25 പൊതി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ശിവപ്രസാദ് പാലക്കാട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജേഷിൻ്റെ കേരളത്തിലാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു 25 പൊതി പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ കൊടമന 10 പൊതി. അതുപോലെ ഇന്നത്തെ വസ്ത്രദാനം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാടാണ്. യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് മുരളീധര കൈമ സ്നേഹത്തോട് എല്ലാവർക്കും നമസ്കാരം. അത് രവി പറഞ്ഞവർ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇത് യാതൊരു മുടക്കവും തടസ്സവും കൂടാതെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ഇത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ വരുത്തുന്നുണ്ട്. അതിന് കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ വസ്ത്രവും അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിവിടെ അത് അർഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഇന്ന് ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ പറ്റി ശ്രീ ദേവയാനി അമ്മയുടെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ആണ് ഈ പരിപാടി അദ്ദേഹം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പരേതാത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സംതൃപ്ത കുടുംബങ്ങളുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ കർത്തവ്യമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി, കൂടാതെ ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വത്തിനോടെയാണ് അദ്ദേഹം വേദിയിലേക്ക് ആദരവോട് സാധിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ റാഫിയാണ്. അദ്ദേഹം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ട്രഷറർ കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരവോട് സാധനം ചെയ്തുകൊള്ളുന്നു. മുരളി അകമ്പടി ഗുരുവായൂർ കൃഷ്ണടങ്കിലെ ആശാനാണ്. നമ്മൾ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ പ്രേംജി ഗുരുവായൂർ, നമ്മൾ ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. പ്രേംജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മാമനുണ്ട്. ഇന്ന് അവിടെ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വേദിയിലേക്ക് അഡ്വക്കേറ്റ് രവി ചങ്കത്ത്. ഈ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മൾ വസ്ത്രദാനം ഇവിടെ നടത്തുന്നത് നിങ്ങളുടെ വീടുകളിലെ ഉപയോഗിക്കാത്തതുമായ ഉപയോഗക്ഷമമായ വസ്ത്രങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ ഏൽപ്പിച്ച് അത് കൃത്യമായ കരങ്ങളിൽ എത്തിക്കുന്നതാണ്. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം ഊരാളം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാട്, ഓട്ടംതുള്ളൽ കലാകാരൻ മണലു ഗോപിനാഥ് തുടങ്ങി വസ്ത്രം മാങ്ങോട്ട് രാമകൃഷ്ണേട്ടൻ അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണേട്ടൻ നടക്കുന്ന ഇവരൊക്കെ വസ്ത്രം ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിന് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധനായ റാഫി ട്രഷറർ സ്നേഹത്തോട് സംസാരിക്കില്ല. ഇന്നൊരെണ്ണേ തരുള്ളൂ കേട്ടോ, നാള് കൂടുതലുണ്ട്. ഇന്നൊരെണ്ണേ തരുള്ളൂ. അവര് മേടിച്ചാനേട്ടാ ആ സ്ത്രീയൊക്കെ. റാഫി നാളെ രാവിലെ റാഫിയെ ഒഴിവുണ്ടോ? യാസി ഇന്ന് ഉണ്ടാവാന്ന് ഞാൻ ചോദിച്ചു. റാഫി മോത്തിക്കൊന്ന് നോക്കി കൊടുക്കണോട്ടോ, 2 കൊടുക്കണ്ട. ആ സ്ത്രീയൊക്കെ 2ാമത് വരും. കണ്ടിട്ടില്ല, ആള് സമയം പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കാം.
ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.